എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു പർച്ചേസിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇച്ചിരി മഴയുണ്ടായിരുന്നു കേട്ടോ. സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ഇവിടെ നിന്ന് പോകുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്കാണ്. കാരണം മൂത്ത മോള് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. 1-2 ആഴ്ചയായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവളെ അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. സ്റ്റാച്യുവിലാണ് കുഞ്ഞമ്മയുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് അവളെ വിളിച്ചിട്ട് പോയി വാങ്ങാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഒത്തിരി നാളായി മക്കൾ തമ്മിൽ പരസ്പരം കണ്ടിട്ട്. അപ്പോൾ അവരിതാ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇവരൊരു 10 മിനിറ്റിനകത്ത് ഭയങ്കരമായിട്ട് അടി കൂടും കേട്ടോ. പക്ഷേ എന്നാൽ ഇവർ പരസ്പരം കാണാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് രണ്ടാൾക്കും. അപ്പോൾ 1-2 ആഴ്ചയായി മോള് അവിടെ പോയി നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇളയ മോൾക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ കണ്ടതിൻ്റെ ഒരു സ്നേഹ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വീടല്ല, ഇത് എൻ്റെ കുഞ്ഞമ്മയുടെ കടയാണ്. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. എല്ലാത്തരം പലഹാരങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കിട്ടും. സ്റ്റാച്യുവിലാണെന്നുള്ളത്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്. അവളും വെക്കേഷനായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ബ്രദറ്. അപ്പോൾ കണ്ടു കാണും നിങ്ങൾ, നമ്മുടെ പഴനി വ്ളോഗിലൊക്കെ കണ്ടു കാണും. ഇതെൻ്റെ ബ്രദറാണ്. അപ്പോൾ അവനും ഇവിടെ വന്നതാണ്. അപ്പോൾ അമ്മ ഇതാ ഇവിടെ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള പക്കാവടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പക്കാവട ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. സെറ്റിന് 35-40 ഒക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ റേറ്റ്. ഇതതിൻ്റെ മാവാണേ. അപ്പോൾ വലിയ വിലയൊന്നുമില്ല. പിന്നെ മക്കൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ചു കൊടുക്കാം. കാര്യം ഒരു മായങ്ങളും ചേർക്കുന്നില്ല. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കാവടയുണ്ട്. ഇത് കളിയടയ്ക്ക. ഇത് ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തു തന്നതാണ്, അതുകൊണ്ടാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ കളിയടയ്ക്ക, മുന്തിരിക്കൊത്ത് എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് വാങ്ങണം കേട്ടോ. ജിലേബി, ലഡു, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. നെയ്യപ്പം അങ്ങനെ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്കൊക്കെ കയറി ഫുഡൊക്കെ കൊടുത്തു ഐശുവിനും ആച്ചുവിനും ഒക്കെ. എന്നിട്ട് ഇതാ ഇവിടെ ചെറിയ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കയറി. ഇതൊരു മുല്ല, നല്ല അടുക്ക് മുല്ലയാണ്. ഇത് അടുക്ക് മുല്ല, ഒത്തിരി ഇതളുകളുള്ള ഒരു മുല്ലയാണിത്. ഐശു ഇതെല്ലാം പറിച്ച് കളയാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വഴക്ക് പറയാതിരിക്കാനായിട്ട് ചെറിയ അടവ് മണപ്പിക്കുന്ന രീതിയിലൊക്കെ കാണിക്കും. കണ്ടോ, ഒരുപാട് ഇതളുകളുള്ളൊരു മുല്ലയാണ്. നല്ല ഭംഗിയാണ് ഇത് വിരിയുമ്പോൾ. പിന്നെ നിറയെ റോസിൽ നിറയെ മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേയൊക്കെ ഐശു പിച്ച് കളഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ആച്ചുമോളയും കൊണ്ട് ഒന്ന് മുടി വെട്ടിക്കണം. കാര്യം അവൾക്ക് മുടി നല്ല പോലെ ലെങ്ത് ആയിട്ടുണ്ട്. അവൾക്കത് സൂക്ഷിക്കാനൊന്നും അറിയില്ല. ചീകുമ്പോഴൊക്കെ ഈ നന്നായിട്ട് ഉടക്കൊക്കെ പിടിച്ചിട്ട് ഭയങ്കര പ്രശ്നമൊക്കെയാണ്. അവൾക്ക് മുടി ചീകുന്നത് ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ചെറിയ പേൻ ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ സ്കൂൾ തുറക്കുന്ന മുമ്പേ മുടി അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ചമയം എന്ന് പറയുന്ന ഒരു പാർലറിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ചേച്ചി ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അവർക്കൊക്കെ മേക്കപ്പൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഈ ഫോട്ടോസ് കണ്ടില്ലേ. ചേച്ചി ഭയങ്കര കോപ്പറേറ്റീവാണ് കേട്ടോ. ഈ ചേച്ചി നന്നായിട്ട് മോളെ ഹാൻഡിൽ ചെയ്തു. മുടിയൊക്കെ വെട്ടി നല്ല ഭംഗിയിൽ വെട്ടിക്കൊടുത്തു. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവളും മുടി വെട്ടി. അങ്ങനെ അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള സർവീസസും ഉണ്ട്. അപ്പോൾ ഇതും നമ്മുടെ സ്റ്റാച്യു കോപ്പറേറ്റീവ് കോളേജിൻ്റെ അടുത്താണ് കേട്ടോ. ഇതാണ് ആ ചേച്ചി. അപ്പോൾ മോളിച്ച് ഇരിക്കാനൊക്കെ ഇങ്ങനെ മടിയാണ്, അടങ്ങിയിരിക്കാനൊക്കെ. അപ്പോൾ ആ ചേച്ചി നന്നായിട്ട് അവളെ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ മുടിയൊക്കെ വെട്ടി. മുടി ഫെദർ കട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നു അവളുടെ മുടി, കണ്ടില്ലേ. ഇപ്പം നമ്മൾ നന്നായിട്ട് ലെങ്ത്തൊക്കെ കുറച്ച് ഫെദർ കട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ഞാൻ വെട്ടിയിട്ടാണ് കേട്ടോ. അത് ഒരു അഭംഗിയായിട്ട് കിടപ്പുണ്ട്. ആ ചേച്ചിയുടെ വർക്ക് നന്നായിട്ട് ആ ചേച്ചി ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോള് ഇതാ കണ്ടില്ലേ, അവളുടെയും ഹെയറിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചിട്ടുണ്ട്. അവൾക്ക് നല്ല ലെങ്ത്തും തിക്നെസ്സും ഉള്ള മുടിയാണ്. അപ്പോൾ അവൾക്ക് ചെയ്തത് ലെയർ വിത്ത് ഫെദർ കട്ട്. എൻ്റെ മോൾക്ക് ചെയ്തത് ഫെദർ കട്ടാണ്. ഹെയർ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല രണ്ടാൾക്കും. അതിനുള്ള ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് വെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുടി വെട്ടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ഡ്രൈ ചെയ്യുക അങ്ങനെ ഒന്നും, ബ്ലോ ഡ്രൈ ചെയ്യുക ഒന്നും ചെയ്തില്ല. സെറ്റ് ചെയ്തിട്ടില്ല ഹെയർ.
നമ്മൾ മുടി വെട്ടാൻ പോയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ്. അപ്പോൾ ഈ ഷോപ്പ് അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സ്റ്റാച്യൂലുള്ള സ്റ്റുഡൻസ് മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 60% ഓഫറുണ്ട് എല്ലാ സാധനങ്ങൾക്കും, അതായത് സ്കൂൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾക്കൊക്കെ. നോട്ട്ബുക്സ്, കൊട, ഷൂസ്, റെയിൻ കോട്ട്, ബാഗ്സ്, ടവൽസ്, അങ്ങനെ എല്ലാം സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നല്ല വിലക്കുറവിൽ കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു കടയിൽ വന്ന് വാങ്ങാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് മോൾക്ക് ഷൂ ഒക്കെ വാങ്ങിച്ചു. നല്ല വിലക്കുറവുണ്ട് ഷൂവും പിന്നെ നോട്ട്ബുക്സും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ മക്കൾ രണ്ടാളും സ്കൂളിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങി. മൂത്താളിനെ വിടാൻ നേരത്ത് വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ഇളയാളിനെ അംഗൻവാടിയിലാണ് വിടുന്നത്. അവൾക്ക് ഒരു 3 വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അംഗൻവാടിയിലാണ് അവൾ പോകുന്നത്. അവളിതാ എല്ലാം റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. രാവിലെ പോകാനൊക്കെ റെഡിയായിട്ട് ഇറങ്ങി. പക്ഷേ പോയി അവിടെ കൊണ്ടാക്കി അവിടെ ഇറങ്ങാനായിട്ട് അവൾ ഇച്ചിരി മടിയൊക്കെ കാണിച്ചു, ചെറുതായിട്ടൊന്ന് കരയൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം പോകുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് വന്നു കൊണ്ടാക്കിയിട്ട്. ഇതിൽ ഇറങ്ങാൻ തന്നെ നല്ല മടിയായിരുന്നു. കണ്ടില്ലേ തല ഇങ്ങനെ ചൊറിയുന്നത്? ആ ഒരു കരച്ചിലാണ് കേട്ടോ, ഒരു നിർബന്ധം കാണിക്കുന്നതാണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുവിധം ഞാൻ അവിടെ കൊണ്ടാക്കി. അവിടുത്തെ ആൻറ്റി വന്നിട്ട്, ആൻറ്റിയാണത്, ആൻറ്റി വന്നിട്ട് അവളെ സമാധാനിപ്പിച്ചൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങളിങ്ങ് വീട്ടിലേക്ക് വന്നു. പിന്നെ ഉച്ച ആയപ്പോഴത്തേക്കും ഇന്ന് മൂത്താൾക്ക് ഉച്ചവരെ സ്കൂളുള്ളായിരുന്നു, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഐശുവിനെ വിളിച്ചിട്ട് വന്നു അംഗൻവാടിയിൽ നിന്ന്. ഞങ്ങൾ പോയപ്പോൾ അവൾ ഉറക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമാണ് മുഖത്ത് കാണുന്നത്. ഇതൊക്കെയാണ് സ്കൂൾ തുറക്കുന്നതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ.